ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കൊഴുവ ഫ്രൈ ആണ്. വളരെ ഈസിയും അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇത് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് കൊഴുവ ഒരു 250 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ അതിന് അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് മിക്സിയിൽ ഇഞ്ചി ഇടാം. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇട്ടാൽ മതി. വെളുത്തുള്ളി ഒരു 6 അല്ലി ഇടാം. ഉള്ളി 5 എണ്ണം, പിന്നെ കുറച്ച് വേപ്പില ഇട്ടിട്ട് നമുക്കൊന്ന് ആദ്യം അരച്ചെടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ഇത്തിരി വെള്ളവും ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി, വാളംപുളിയുടെ പകുതി എടുത്തിട്ട് അത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കാം. ആ പുളിവെള്ളവും കൂടി ഇതിലോട്ട് ആഡ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മസാലയ്ക്കുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 ടീസ്പൂൺ അരിപ്പൊടിയും 1 ടീസ്പൂൺ മൈദയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി കൊഴുവ മസാലയിലിട്ട് നന്നായിട്ട് പുരട്ടി അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത ശേഷം നമുക്ക് വെളിച്ചെണ്ണയിൽ ഒന്നില്ലെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിലായാലും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്തെടുത്താൽ മതി. അപ്പോൾ മീനിൻ്റെ 2 സൈഡും മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒരു കടായിൽ ഒഴിച്ച് കുറച്ച് വേപ്പിലയും പച്ചമുളകും ഇട്ട് ഒന്ന് വറുത്ത് കോരിയെടുക്കാം. അത് ഈ മീനിലോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൊഴുവ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം.